എൻ ശേഷാദ്രിനാഥിനെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിക്കാൻ ശുപാർശ ചെയ്തതിനെ ന്യായീകരിച്ച മന്ത്രി കെ.എം. ഷാജി മന്ത്രിസഭ കൂട്ടായി എടുത്ത തീരുമാനമാണെന്നും പറയേണ്ടതെല്ലാം താൻ കൃത്യമായി പറഞ്ഞെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. അതേസമയം എൻ ശേഷാദ്രിനാഥ് സംഖ്യയെന്ന് ആവർത്തിക്കുകയാണ് കെ.പി.സി.സി സെക്രട്ടറി പി.എം. നിയാസ്. ശേഷാദ്രിനാഥിനെ നിയമിച്ചാൽ പാർട്ടിക്കുണ്ടാവുന്നത് വലിയ തിരിച്ചടിയാകും. മുഖ്യമന്ത്രി തിരുത്തുമെന്നാണ് പ്രതീക്ഷയെന്നും നിയാസ് ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ഞങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ഞങ്ങളത് ആ കാര്യങ്ങളൊക്കെ പരിശോധിച്ചിട്ട് ക്യാബിനറ്റാണ് തീരുമാനം എടുത്തത്. ഇനി ക്യാബിനറ്റിൻ്റെ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചർച്ചകളുണ്ടാവും. ഞങ്ങൾ ക്യാബിനറ്റിൽ വളരെ കൃത്യമായി ആലോചിച്ചെടുത്ത തീരുമാനമാണ്. ഇനി പറയാനുണ്ടെങ്കിൽ എൻ്റെ പറയാനുള്ളതൊക്കെ ഞാൻ വിശദമായിട്ട് പറഞ്ഞു. ഇനി എന്തെങ്കിലും പറയണമെങ്കിൽ നിങ്ങൾ മുഖ്യമന്ത്രിയോട് ചോദിക്കുക. എന്നോട് ഇനി അതിൽ ചോദിച്ചാൽ പറഞ്ഞതിനപ്പുറത്ത് പറയാനോ മാറ്റി പറയാനോ ഞാൻ തയ്യാറുമല്ല. അത്രയും പ്രധാനപ്പെട്ട ഒരു പോസ്റ്റിലേക്ക് ഇത്ര അവധാനതയില്ലാതെ ഒരു 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 പഴയകാല SFIക്കാരനെ ഇപ്പോഴത്തെ പുതിയ സംഖ്യയെ, അതും അറിയപ്പെടുന്ന സംഖ്യയെ വെച്ചാൽ എന്ത് മെസ്സേജാണ് നമ്മൾ കൊടുക്കുന്നത് പാർട്ടിയിൽ? ഈ പദവി നഷ്ടപ്പെട്ടാൽ പാർട്ടിക്കുണ്ടാവുന്ന ഒരു വലിയ തിരിച്ചടി, അത് നമുക്ക് തീർത്താൽ തീരാത്ത പരിഹാരമായ ഒരു നഷ്ടത്തിൻ്റെ കൂപ്പുകുഴിയിലേക്ക് കോൺഗ്രസും UDFും ചാവും. വിവരങ്ങളുമായി ബെൻസൺ ബാബുവാണ് ചേരുന്നത്. ബെൻസൺ, ഈ കോൺഗ്രസ് ഭരണത്തിലേറിയ സമയം തൊട്ട് തന്നെ ഈ നീറിപ്പുകയുന്ന ഒന്നാണ് ഈ നിയമന വിവാദം. പ്രത്യേകിച്ച് ഈ സംഘപരിവാർ അനുകൂലികളെയൊക്കെ ഈ സ്ഥാനക്കയറ്റിലേക്ക് വെക്കുന്നത് വലിയ ഒരു അമർഷം പാർട്ടിക്കുള്ളിൽ തന്നെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ സർക്കാരിന്റെ ഒരു നിലപാട് എങ്ങനെയാണിതിൽ? ഈ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി എൻ ശേഷാദ്രിനാഥിനെ നിയമിക്കാൻ ശുപാർശ ചെയ്തതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള അമർഷം UDFിനുള്ളിൽ പുകയുന്നു, വലിയ അസ്വാരസ്യം പുകയുന്നു എന്നുള്ളത് തന്നെയാണ്. ഒരു കലാപക്കൊടി ഉയർത്തിക്കൊണ്ടാണ് KPCC ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള PM നിയാസ് രംഗത്തേക്ക് എത്തിയിട്ടുള്ളത്. എന്നാൽ ശേഷാദ്രിനാഥിനെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്ന ഒരു നിലപാടാണ് വകുപ്പ് മന്ത്രി കൂടിയായിട്ടുള്ള KM ഷാജി സ്വീകരിച്ചിരിക്കുന്നത്. അദ്ദേഹം ആദ്യഘട്ടം തൊട്ട് തന്നെ ശേഷാദ്രിനാഥിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ടുള്ള ഒരു നിലപാടായിരുന്നു സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് പൂർണ്ണമായിട്ടും എല്ലാ തരത്തിലുള്ള പരിശോധനകളും പൂർത്തിയാക്കിയതിനു ശേഷം ക്യാബിനറ്റാണ് ഇദ്ദേഹത്തെ ശുപാർശ ചെയ്യാനുള്ള തീരുമാനമെടുത്തത് എന്നാണ് KM ഷാജി പറയുന്നത്. അയാൾ ഒരു വിശ്വാസി ആയതുകൊണ്ട് അയാൾക്ക് മുകളിൽ സംഘിച്ചാപ്പ കുത്തേണ്ടല്ലോ എന്നുള്ളതായിരുന്നു KM ഷാജി ഇന്നലെ മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ പൂർണ്ണമായും ഇതിനെല്ലാം എതിർക്കുകയാണ് PM നിയാസ്. അദ്ദേഹം പറയുന്നതനുസരിച്ചാണെങ്കിൽ ശേഷാദ്രിനാഥ് ഒരു പൂർണ്ണ സംഖ്യയാണ്, അതായത് സംഘപരിവാറിനോട് അനുഭവപ്പെട്ട് ജീവിക്കുന്ന, അല്ലെങ്കിൽ ആ നിലയിൽ പ്രവർത്തിച്ചു പോരുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ UDF ഭരിക്കുമ്പോൾ ഇത്തരത്തിലൊരു സ്ഥാനത്തേക്ക് ശുപാർശ ചെയ്യുന്നത്, ആ നിയമനം നടന്നു കഴിഞ്ഞാൽ അത് UDFിലെ സാധാരണ UDF പ്രവർത്തകരോട് ചെയ്യുന്ന അവരുടെ ആത്മാഭിമാനത്തിന് ഏൽക്കുന്ന ഏറ്റവും വലിയ കോട്ടമായിരിക്കും എന്ന കാര്യമാണ് PM നിയാസ് പറഞ്ഞു വെക്കുന്നത്. അതായത് ഈ ശേഷാദ്രിനാഥ് പഠിക്കുന്ന കാലഘട്ടത്തിൽ SFIയും പിന്നീട് ജോലി എടുക്കുന്ന സമയത്ത് അദ്ദേഹം സംഘപരിവാറിനോട് അനുഭവപ്പെട്ട് നിൽക്കുന്ന ആളുമായിരുന്നു. അതായത് UDFിന്റെ യുവജന പ്രസ്ഥാനത്തെയാണെങ്കിലും മറ്റു തരത്തിലുള്ള പ്രവർത്തനങ്ങളെയാണെങ്കിലും പൂർണ്ണമായി എതിർക്കുകയും അതിനെതിരെ പ്രവർത്തിക്കുകയും ചെയ്ത ഒരാൾക്ക് ഇത്തരത്തിലൊരു നിയമനം നൽകുന്നത് ഏത് തരത്തിലുള്ള മെസ്സേജാണ് നൽകുന്നത് എന്ന ചോദ്യമാണ് അദ്ദേഹം മുൻപോട്ട് വെക്കുന്നത്. അതായത് ഈ ഒരു സ്ഥാനത്തിന് അർഹരായിട്ടുള്ള നിരവധി ആളുകൾ UDFിൽ തന്നെ ഉള്ളപ്പോൾ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിരവധി ആളുകൾ UDFിനോട് ചേർന്ന് നിൽക്കുന്ന ആളുകളുള്ളപ്പോൾ എന്തുകൊണ്ട് ഇത്തരത്തിലൊരു നിയമനം നടത്തണമെന്ന ചോദ്യമാണ് അദ്ദേഹം മുൻപോട്ട് വെക്കുന്നത്. അതിനെ പൂർണ്ണമായും എതിർക്കുന്നു. KPCC പ്രസിഡന്റിന്, മുഖ്യമന്ത്രിക്ക്, അതോടൊപ്പം തന്നെ AICC മുതിർന്ന നേതാക്കൾക്കെല്ലാം തന്നെ ഈ ഒരു നിയമനം തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് PM നിയാസ് കത്ത് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് രമേശ് ചെന്നിത്തലയെ നേരിൽ കണ്ട്, ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ രമേശ് ചെന്നിത്തലയെ നേരിൽ കണ്ട് ഇക്കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ, അതായത് KM ഷാജി ഇക്കാര്യങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്താനുള്ള ഒരു നീക്കവും അദ്ദേഹം നടത്തുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ പ്രവർത്തക സമിതിയിൽ, യൂത്ത് ലീഗ് മലപ്പുറം ജില്ലാ പ്രവർത്തക സമിതിയിൽ മന്ത്രിമാർക്കെതിരെ അതിരൂക്ഷ വിമർശനവും ഉയർന്നു വന്നിട്ടുണ്ട്. അവർ പറയുന്നതനുസരിച്ചാണെങ്കിൽ പാർട്ടിയെ ധിക്കരിച്ചുകൊണ്ടാണ് നിലവിലുള്ള മന്ത്രിമാർ മുൻപോട്ട് പോകുന്നത് എന്നുള്ളതാണ് അവർ പറയുന്നത്. PM ശ്രീ അടക്കമുള്ള വിഷയങ്ങളിൽ ഈ മന്ത്രിമാർ എടുക്കുന്ന നിലപാടുകൾ അത് ഈ സാധാരണ പ്രവർത്തകരെ ആശങ്കപ്പെടുത്തുന്ന നിലയിലാണ് മുൻപോട്ട് പോകുന്നത് എന്നുള്ളതാണ് പറയുന്നത്. KM ഷാജി നിലപാടുകളിൽ നിന്നും പിന്നോട്ട് പോയെന്നും യുവ MLAമാർ സംഘടനയെ തിരിഞ്ഞു നോക്കുന്നില്ല എന്ന വിമർശനവും യൂത്ത് ലീഗിന്റെ ഭാഗത്തുനിന്ന് ഉയർന്നു വരുന്നു. നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ചർച്ച ചെയ്തതാണ്. പലതരത്തിലുള്ള നിയമനങ്ങൾ നടക്കുന്നു. ആ നിയമനങ്ങളെല്ലാം വലിയ തരത്തിലുള്ള വിവാദങ്ങളാകുന്നു. അതിൽ നിന്നും U-ടേൺ അടിച്ച് പുറകോട്ട് പോകേണ്ട ഒരു സാഹചര്യം UDF ഗവൺമെന്റിന് ഉണ്ടാകുന്നു. അങ്ങനെ വലിയ രീതിയിലുള്ള വിവാദങ്ങളിലേക്ക് ഈ നിയമനങ്ങളെല്ലാം പോകുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമനവുമായി ബന്ധപ്പെട്ട്, ശേഷാദ്രിനാഥിന്റെ നിയമനവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. നിലവിൽ ഇപ്പോഴും അത് ശമിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. വരും ദിവസങ്ങളിലും ഇത് വലിയ ചർച്ചയായി തന്നെ കേരള രാഷ്ട്രീയത്തിൽ നിലനിൽക്കുമെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി ബെൻസൺ, എന്തായാലും പാർട്ടിക്കുള്ളിൽ തന്നെ അസ്വാരസ്യങ്ങൾ ഇപ്പോഴും ഉടലെടുക്കുകയാണ്. ബെൻസൺ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.